അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ അടി പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ നൂറ, അനിമോൾ, ആദില എന്നിവരെല്ലാവരും നല്ല രീതിക്ക് പറയുന്നുണ്ട്. എന്താണ് തുടക്കമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ അനീഷേട്ടൻ ഫുഡിൻ്റെ കാര്യം ചോദിക്കുകയാണ്. ആ സമയത്ത് ഇവർ പറയാണ് അനിമോൾ വെസൽ കഴുകാൻ റെഡി ആയിട്ടില്ല എങ്കിൽ പോലും ഞങ്ങളതെല്ലാം ചെയ്ത് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആവുകയാണ്, സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പറയാണ്. അപ്പോൾ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലികൾ ഷഫിൾ ചെയ്യൂ, ഞാൻ ചെയ്യാം, കിച്ചണിൽ ഞാൻ വരാം എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ അക്ബർ പറയുന്ന ഉടനെ അനീഷേട്ടൻ അല്ല, ലാരിനാണ് പറയുന്നത്, അനീഷേട്ടന് ഫ്ലോർ ചെയ്യാൻ വയ്യ, അതിന് കിച്ചണിലോട്ട് കയറാൻ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ സാബുമാൻ ചെന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കി തൈര് എടുക്കുന്നു. അത് ഗ്രീക്ക് യോഗട്ടാണോ, അതിൻ്റെ മുക്കാൽ ഭാഗം തീർത്ത് വെച്ചിരിക്കുകയാണ്. അത് കേട്ട ഉടനെ നൂറ അപ്പം തന്നെ ചാടി എഴുന്നേറ്റിട്ട് അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, അവരാരും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നൂറ പറഞ്ഞു നിങ്ങൾ പോയി ചോദിക്കുക ആരാണെന്ന്. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ കുക്ക് ചെയ്യുകയാണ്, വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരത് കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, അവർക്കറിയാം അത് നെവനാണെന്ന്. നൂറ എന്നിട്ട് അവിടെ എല്ലാവരോടും പോയി ചോദിക്കുന്നു. അനുമോളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അനുമോൾ പറഞ്ഞു ചിലപ്പോൾ ആരെയും അക്ബറും ആവാൻ സാധ്യതയുണ്ട്, അവരവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അതും ചോദിച്ചു നൂറ അവിടെ വന്ന സമയത്ത് അവർ പറയണം അവരല്ലെന്ന്. ലാസ്റ്റ് നെവിൻ വരുന്നു. നെവിൻ്റെ അടുത്ത് നൂറ ചോദിക്കുമ്പം നെവിനാണെന്ന് സമ്മതിക്കുന്നു. നെവിൻ കാണിക്കുന്ന ഈ ചട്ടത്തരം ഉണ്ടല്ലോ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നെവിൻ അവിടെ പോയിരുന്നിട്ട് ഈ ലൈവും ഈ അടിയും ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. നെവിൻ്റെ വിചാരം ഇതൊക്കെ ഭയങ്കര മാസമായിട്ടാണ് പുറത്ത് പോകുന്നത്, എല്ലാവരും നെവിനെ പോയിട്ട് പൂജിക്കായിരിക്കും, ബീജമിട്ട് അങ്ങോട്ട് ഇറക്കും എന്നൊക്കെയാണ് നെവിൻ്റെ വിചാരം. പക്ഷെ അതൊന്നുമല്ല പുറത്ത് നടക്കുന്നത്. നെവിൻ കാണിക്കുന്ന അഹങ്കാരം, എന്തൊക്കെ ഫുഡാണ് അവിടെ കട്ടുമുടിക്കുന്നത്. എന്നിട്ട് അതും പറഞ്ഞിട്ട് അവർ ഭയങ്കര അടിയായി. നൂറ ചെന്ന് ആ യോഗട്ട് എടുത്ത് മാറ്റി വെക്കാൻ പോകുന്നു. എന്നിട്ട് പറയുകയാണത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളുടെ പങ്ക് ഞങ്ങൾ കഴിക്കും, നെവിൻ കഴിച്ചതുപോലെ തന്നെ ഞങ്ങൾ കഴിക്കും എന്ന് പറഞ്ഞ് മാറ്റുന്ന സമയത്ത് ആര്യൻ നൂറയുടെ കയ്യിൽ നിന്ന് ആ ഒരു സാധനം തട്ടിപ്പറിക്കുകയാണ്. ഇന്നലെ ഇതേ ആര്യൻ ചോദിച്ചതാണ് നമ്മുടെ നെവിൻ്റെ കയ്യിൽ ഇരുന്ന തൈര് എന്തിന് ഷാനവാസ് തട്ടിപ്പറിച്ചു, അതുകൊണ്ടല്ലേ ഷാനവാസിൻ്റെ ദേഹത്ത് നെവിൻ തൈര് ഇട്ടതും ഷാനവാസിൻ്റെ നെഞ്ചിൽ അടിച്ചതും പാട്ട വെച്ച് അടിച്ചതും എന്നൊക്കെ ആര്യൻ ചോദിക്കുന്നുണ്ട്. ഇതേ ആര്യൻ തന്നെ ഇപ്പം നൂറയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തുമാവാം. ലാസ്റ്റ് അക്ബർ ആര്യൻ തമ്മിൽ അവിടെ പുരിഞ്ഞ വഴക്ക് നടക്കുകയാണ്. ആ തട്ടിപ്പറിച്ചപ്പം നൂറ പിന്നെയും ഫ്രിഡ്ജ് തുറക്കാൻ ശ്രമിക്കുന്നു, ഇവർ ഫ്രിഡ്ജ് അടയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് അടി നടന്നു അവിടെ. ലാസ്റ്റിൽ ആദില ഇടപെടുന്നുണ്ട്. ആദില വന്ന് ഇവരോട് സംസാരിക്കുന്നു. നൂറ പിന്നെയും ഫ്രിഡ്ജിൽ പോയിട്ട് വേറൊരു യോഗട്ട് എടുക്കുന്നു. അത് തട്ടിപ്പറിക്കാൻ വേണ്ടി ഇവർ പിന്നെയും ശ്രമിക്കുന്നു. ലാസ്റ്റ് അനുമോൾ വന്നു. അനുമോൾ വന്നിട്ട് അനുമോൾ ആ യോഗട്ട് മേടിച്ചുകൊണ്ട് പോയ സമയത്ത് ആര്യൻ അനുമോളെ അടിക്കാൻ ശരിക്കും ശരീരത്തെ ടച്ച് ചെയ്താൽ പലവട്ടം ഇത് കാണിച്ചിട്ടുണ്ട്. അനുമോൾ ആയതുകൊണ്ട് ആരും ഒന്നും പറയില്ല എന്നുള്ള ധൈര്യത്തിൽ. അപ്പോൾ നമ്മുടെ നൂറ ചോദിക്കുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ തൊടടാ എന്ന് പറയുന്നുണ്ട്. അവനപ്പം ധൈര്യമില്ല, അവൻ തൊട്ടില്ല. എന്തായാലും അനുമോൾ നല്ലത് പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കമായി. ഇത്രയും പ്രശ്നം നടന്നിട്ടും ഈ ആര്യനോ അക്ബറോ നെവിൻ്റെ അടുത്ത് ഇത് ചോദ്യം ചെയ്യുകയോ ഇതിനെക്കുറിച്ചൊരു വാക്ക് നെവിൻ്റെ അടുത്ത് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അവർ ഇവരുടെ തടി ഉണ്ടാക്കുകയാണ്. എന്തിന് നെവിനെടുത്ത് കഴിച്ചതിന് എന്തിന് ഇവരുടെ തടി ഉണ്ടാക്കണം? ഇവരുടെ പങ്കല്ലേ ഇവരെടുക്കാൻ പോയത്, ഇവർ കിച്ചൺ ടീമല്ലേ, ഇവരല്ലേ പോയി നെവിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ഇവരുടെ തടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അക്ബർ നമ്മുടെ അനുമോളുടെ അച്ഛന് ഉപ്പയ്ക്ക് വിളിക്കുന്നുണ്ട്. അനുമോളെ തിരിച്ച് വിളിച്ചു. അത് അനീഷേട്ടൻ കണ്ടു. അനീഷേട്ടൻ അത് നൈസായിട്ട് കണ്ടുപിടിച്ചിട്ട് അപ്പം തന്നെ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ വിളിച്ചില്ലേന്ന്. എന്തൊക്കെയായിരുന്നു അനുമോൾ അത് പറയുന്നു ഇത് പറയുന്നു, വാ തുറന്നാൽ അങ്ങനെ പറയുള്ളൂ ഇങ്ങനെ പറയുള്ളൂ. എന്നിട്ട് ഇപ്പം ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് അക്ബറിന് കുഴപ്പമില്ല, അക്ബർ പറയുന്നതിന് അക്ബറിന് കുഴപ്പമില്ല. ദേഷ്യം വരുമ്പോൾ എല്ലാവരും പറയും ഇതിങ്ങനെയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് അനുമോൾ മാത്രമാണ് എല്ലാം പറയുന്നത് എന്നുള്ള രീതിയിൽ വലിച്ചെടുക്കുന്നു. എന്തായാലും അനീഷേട്ടൻ അപ്പം തന്നെ അത് ചൂണ്ടിക്കാട്ടി അക്ബറിന് ഒന്നങ്ങ് താന്നു, ഒരു പൊട്ടിക്ക് അക്ബർ അങ്ങ് താന്നു. കാരണം ഇത്രയും നാളിൽ വലിയ വായിൽ വർത്തമാനം പറഞ്ഞു നടന്നല്ലേ അനുമോൾ അങ്ങനെ പറയുന്നു, അനുമോളുടെ വായിക്ക് ലൈസൻസ് ഇല്ല. പക്ഷെ അക്ബറും പറഞ്ഞു, അത് അക്ബറും പറയും, അക്ബർ ഇതിൻ്റെ അപ്പുറമാണ്, അക്ബർ എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ട് നടക്കുവാണ്. എന്തായാലും നല്ല രീതിക്ക് മൂന്നുപേരോടെ പറയുന്നുണ്ട്. യോഗട്ട് എടുത്തുകൊണ്ട് അനുമോൾ ബെഡ്റൂമിലും പോയിട്ടുണ്ട്. ഇവന്മാർ അഹങ്കാരം, ഇവന്മാർ നെവിൻ്റെ അടുത്ത് ചോദിക്കണം. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? നെവിൻ എന്ത് കുറ്റം ചെയ്താലും അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചപ്പോൾ നെവിനെ സപ്പോർട്ട് ചെയ്ത്, ഫുഡ് കട്ടെടുക്കുമ്പോൾ നെവിനെ സപ്പോർട്ട് ചെയ്ത്, അതിൻ്റെ പങ്കും പറ്റിയിട്ട് ഇത്രയൊക്കെ നെറുകേട് അവിടെ കിടന്ന് കാണിച്ചിട്ട് ക്യാപ്റ്റന്മാരായിട്ട് കിടന്ന് വിലസാണ്. എന്തായാലും നല്ല അടപടല മൂഞ്ചിയ ക്യാപ്റ്റൻസിയുമായിരുന്നു. 2-3 പേരും കൂടെ നല്ല വൃത്തിക്ക് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. ഇവന്മാരുടെ ഇത് സഹിക്കേണ്ട ആവശ്യമില്ല, ഇത് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നെവിൻ ഒന്നും ചെയ്യാത്ത രീതിയിൽ അവിടെ പോയിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയത്തില്ല. എന്തായാലും എന്താണ് ഇതിൻ്റെ ബാക്കി എന്നുള്ളത് പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക.